ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഋഷീസ് ലൈഫ് അൺകട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, ഇതെന്താ ഒരു സാരിയൊക്കെ വെച്ചിട്ട് കത്തേണ്ടവർക്ക് കത്തിയിട്ടുണ്ടാവും, ഇങ്ങനൊരു സാരിയും ബോർഡറൊക്കെ കണ്ടിട്ടാകുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ഞാൻ കൂടുതൽ വളച്ചേട്ടുന്നൊന്നുമില്ല. നമ്മുടെ ആമി മോളുടെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത സാരിയാണ്. തീം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തീം എന്നല്ല, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മദർ തെരേസയാണ് കേട്ടോ. അപ്പം ചെയ്തിട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു മുണ്ടുണ്ട്. അച്ഛൻ്റെ പഴയതൊന്നുമല്ല, അച്ഛൻ ഉടുക്കാത്ത പുതിയ മുണ്ട് കേട്ടോ. പോളിസ്റ്റർ ആയതുകൊണ്ട് അച്ഛൻ ഉടുക്കാതെ വെച്ച മുണ്ടായിരുന്നു. അപ്പം ആ മുണ്ടിൻ്റെ കരയൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് അതിന് പകരം നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ മുടി ടൈ ചെയ്തിട്ട് കെട്ടുമല്ലോ, മടഞ്ഞിട്ടിട്ടാകുമ്പോൾ കെട്ടുന്ന റിബൺ, അങ്ങനെ ഒരു ഡാർക്ക് ബ്ലൂ റിബൺ സംഘടിപ്പിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തത്. ചുരുക്ക് വരെ മോളുടെ അളവിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടെടുത്തതാണ്. അപ്പോൾ മദർ തെരേസയ്ക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് 2 ഡബിൾ ബോർഡേഴ്സാണ് വരുന്നത്. അപ്പം നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഞാൻ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയിട്ട് കുഞ്ഞ് ഈ പറയുന്നത് പോലെയുള്ള ബോർഡർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫാബ്രിക് ഗ്ലൂവും വാങ്ങിച്ചിട്ട് അതങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കും അല്ലേ, മക്കൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നാണെങ്കിൽ അതിൻ്റെ എഫേർട്ട് മൊത്തം ഇടുന്നത് അച്ഛന്മാരെക്കാളും കൂടുതൽ അമ്മമാർ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മുണ്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ മുണ്ടൊക്കെ നമ്മൾ കരയൊക്കെ വെട്ടിയിട്ടാണ് മോൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത്. അപ്പം നമ്മൾ ബോർഡറൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗൈസ്, നമുക്കിന്ന് ആമയുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ബ്ലൗസ്. ഇനി ഇതിലൊന്ന് കുടുക്കി കൊടുക്കണം അല്ലേ. സാരി അതെ, മദർ തെരേസയാണല്ലേ മോള് അല്ലേ. അപ്പം നമ്മൾ ബ്ലൗസ് സെറ്റ് ചെയ്തിട്ടുണ്ടായത് മൂക്കൊരു റോംബർ ഡ്രസ്സുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇന്നറാണ് ബ്ലൗസായിട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ് തന്നെ വേണമല്ലോ. അപ്പോൾ ഇത് ഫുള്ളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളല്ല, പക്ഷേ ആ ഒരു ടൈം ലിമിറ്റിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ബ്ലൗസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഉണ്ടായിട്ടുണ്ടായത്. ഇതുണ്ടല്ലോ നമുക്കെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ബ്ലൗസിൻ്റെ കാര്യമൊന്നും ഓർത്തിട്ടുണ്ടായില്ല. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമുക്കിത് അടിപൊളി പാകമായിട്ട് തന്നെ ഉണ്ടായി. അവൾക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ടായി. അതിലിടയ്ക്ക് എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ സാരി ഉടുപ്പിച്ച് കൊടുക്കുകയാണ് നമ്മൾ. അതായത് കോൺസെപ്റ്റ് ചൂസ് ചെയ്യുന്നതാണെങ്കിൽ എല്ലാം ഞാൻ തന്നെയായിരുന്നു കേട്ടോ എല്ലാം ചൂസ് ചെയ്തിട്ടും ഇതിൻ്റെ അതായത് എങ്ങനെയാണ് സാരി സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു കൊണ്ടുവന്നത്. അപ്പം മോൾക്ക് അറിയില്ലല്ലോ മദർ തെരേസ ആരാണെന്നോ ഒന്നും അറിയില്ല. അപ്പം ഞാൻ അവൾക്ക് ഈ ഫോട്ടോസൊക്കെ നെറ്റിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പം ആദ്യം എനിക്ക് കിട്ടിയ റെസ്പോൺസ് തന്നത് ഈ വയസ്സായ അമ്മമ്മേന്ന് ഞാൻ ചെയ്യൂല എന്നായിരുന്നു കേട്ടോ. അപ്പം തന്നെ പകച്ചു പോയായിരുന്നു എൻ്റെ ബാല്യം. കാരണം ചെയ്യാൻ പോകുന്ന ആൾ ഈ വയസ്സായ അമ്മമ്മേന്ന് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക പകുതി ജീവൻ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ പിന്നെ അങ്ങോട്ട് സാരിയൊക്കെ ഉടുപ്പിച്ച് തുടങ്ങുമ്പം, അതായത് നമ്മൾ സാരിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയപ്പോൾ ഞാൻ ചുമ്മാ വെച്ച് കൊടുത്തപ്പോഴേക്കും അവൾ ഓക്കെ ആയിട്ടോ. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, സാരിയൊക്കെ ആണല്ലോ. പക്ഷേങ്കിൽ വേറെ നമുക്ക് മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല. പിന്നെ വേറെ എന്താണ് കമ്മലിടില്ല, മദർ തെരേസിനെ അറിയാമല്ലോ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ വേറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒന്നും വേണ്ട, വേറെ ഓരോ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു വൈറ്റിൽ ബ്ലൂ കളർ ബോർഡറുള്ള ഒരു ഡ്രസ്സ് മാത്രമാണ് ആ ഒരു തീമിന് വേണ്ടുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഫുൾ കംപ്ലീറ്റ് ഒരു ലോഡ് പിന്നിലായിരുന്നു പരിപാടികൾ. കാരണം സ്റ്റിച്ച് ചെയ്തവർ നമുക്ക് ഈ നൂലോ കെട്ടോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് മാത്രമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ അളവിൽ നമുക്കൊക്കെ ചെയ്യേണ്ടി വന്നു കേട്ടോ.
അപ്പോൾ കളിച്ചും ചിരിച്ചൊക്കെ നമ്മളിതേ മദർ തെരേസയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മദർ തെരേസയിലേക്ക്, റിഷ്ലിയിൽ നിന്നും മദർ തെരേസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ പ്രോഗ്രാം ഡേ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രസൻറ്റബിൾ, അവൾ കുറച്ച് പ്രസൻറ്റബിൾ, മെയിൻലി ഇങ്ങനെ തന്നെ എന്തെങ്കിലും കോമ്പറ്റീഷനുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണം, കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കണം. അതായത് ഇവളുടെ മൂഡ് മോശമായി കഴിഞ്ഞാൽ ഇവളത് മൊത്തം എൻ്റെ മേലെ കാണിക്കുക. കാരണം എൻ്റെ അടുത്തൊന്നും പോവില്ല അങ്ങനെയൊക്കെ. ഇവൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവൾ എല്ലാവരുടെ അടുത്ത് പോവാക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവൾ ഓക്കെ ആയിരിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം മെയിനായിട്ട് എൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞാൻ മാക്സിമം അവളെ എൻ്റർടൈൻ ചെയ്ത് അവൾ പറയുന്ന പോലെ അവൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. രാവിലെ 9:30 മണി മുതലായിരുന്നു കേട്ടോ കോമ്പറ്റീഷൻ പറഞ്ഞിട്ടുണ്ടായത്. 9:30 മുതലാണ്. പിന്നെ കഴിയുന്ന കുട്ടികളെ നമുക്ക് കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാം. അല്ല അവിടെ സ്റ്റേ ചെയ്ത് എല്ലാ കോമ്പറ്റീഷനും കഴിയുന്നവരെ നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് ലീവൊന്നുമുള്ള ദിവസമല്ല, എനിക്ക് ഓഫീസിൽ പോകണം. കാരണം ലോങ് ലീവ്, ഞാൻ 1 വീക്ക് പനിച്ച് കിടന്നിട്ട് ലീവ് എടുത്തിട്ടുണ്ടായി കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മന്തിൽ കഷ്ടിയാണ് എൻ്റെ ലീവ് എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് മോളുടെ പ്രോഗ്രാം, ഇവർ പ്ലേ ക്ലാസ് ആണല്ലോ, അപ്പോൾ എന്തായാലും 9:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോഴേക്കും എന്തായാലും മോളുടെ കോമ്പറ്റീഷൻ കഴിയും. അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായത്. അങ്ങനെ നമ്മുടെ ഡ്രസ്സിങ് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്ത് നമുക്ക് അതിന് തന്നെ ഒരു ടൈം പോയി. ആകെ ഒന്നുമില്ല, ഈ ഒരു സാരി എടുക്കൽ മാത്രമാണ്. പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ മദർ തെരേസയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ഞാൻ എക്സ്ട്രാ നമുക്കൊരു കൊന്ത, മദർ തെരേസയുടെ കയ്യിലൊരു കൊന്ത ഉണ്ടാവാറുണ്ട്, ഒരു കൊന്തയും പിന്നെ സാരിയിലൊരു കുരിശ് വെച്ച് കൊടുത്തത്. അതായത് വേറെ പഴയൊരു കൊന്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൊന്തയുടെ കുരിശാണത്. അത് ഞാൻ ഈ പറയുന്നത് പോലെ പേസ്റ്റ് ചെയ്ത് സാരിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അതായത് നിങ്ങൾക്ക് വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീട്ടിൽ നിന്നൊന്ന് വെച്ച് കൊടുത്തതാണ്. നമുക്ക് കുറച്ചുകൂടെ മുടിയൊന്നും കാണാത്ത രീതിയിൽ, മുടി ഒരു ബാൻഡ് ഇട്ടിട്ട് പിറകിലോട്ട് വലിച്ചിടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായില്ല, പോകുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് സ്കൂളിലെത്തിയിട്ട് അവിടുന്ന് ചേഞ്ച് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. സ്കൂളിലേക്ക് പോയി നമ്മള് ആമിയെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു കോലത്തിൽ വിടുന്നത്. കണ്ണില്ല, പുരികില്ല, ചൊട്ടൊന്നും വെക്കണ്ട, ഇന്ന് ചൊട്ടൊന്നും വെക്കൂല കേട്ടോ. അവർക്ക് ജലദോഷമൊക്കെ ഉണ്ട്, കമ്മലും ഒന്നും ഇല്ലാതെ. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് റോഡിന് പോകുമ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഏട്ടൻ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായി. ആദ്യത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് റിജു ഏട്ടനും കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. 9:25 ആകുമ്പോഴേക്കും നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് തട്ടിമുട്ടി പണികളൊക്കെ ഉണ്ട്, വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് മോളുടെ ഞാൻ പറഞ്ഞല്ലോ ഹെയറൊക്കെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി ബാക്കിലോട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ തല കവർ ചെയ്യുന്ന രീതിയിൽ ആ സാരിയുടെ മുന്താണി അല്ലെങ്കിൽ തൊയിൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സാരിയുടെ പല്ലു ഭാഗം കൊണ്ട് നമുക്ക് മറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ ബാൻഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എത്രയൊക്കെ ഒരുക്കി കൊടുത്തെന്ന് പറഞ്ഞാലും കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത പോലെയാണോ അവർ സ്റ്റേജിൽ കയറി പറയുക, ഇനി പറയുമോ, അതിലിടയിൽ കരയോ, ഒക്കെ ഒരു ടെൻഷനാണല്ലേ. അവരൊരു പ്രായം എത്തുന്നവരെ ഇതൊക്കെ നമ്മുടെ ടെൻഷൻ തന്നെയായിരിക്കും. അപ്പം ഞാൻ ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവളോട് അതിനിടയിൽ ഞാൻ പറയുന്നുണ്ട്, മോൾ സൗണ്ടിൽ പറയണം, ഒച്ചത്തിൽ പറയണം, മോൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ അതിനിടയിൽ ഇങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഉള്ളിൽ ടെൻഷൻ കാരണമാണ് അങ്ങനെയൊക്കെ പറ്റുന്നത്. അതെനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ കുത്തലും പറിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടി മദർ തെരേസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മോൾക്കൊരു കൊന്ത കൊടുത്തിട്ടുണ്ട് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അവളും ഡാഡിയും നടന്ന് വരുന്നുണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അതായത് നമ്മൾ ഡയറക്റ്റ് സ്റ്റേജിലേക്കാണോ ഇനി, അല്ലെങ്കിൽ നമ്മളോട് കാണികളായിട്ട് പ്രേക്ഷകരായിട്ടിരിക്കാൻ പറഞ്ഞ് അവർ ടീച്ചേഴ്സ് കൂട്ടി വരികയാണോ ചെയ്യുക, ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിലാണ് ഞാൻ.
APJ അബ്ദുൽ കലാമും യൂണിവേഴ്സും കേക്കും പാത്തുമ്മയും മദർ തെരേസയും ടീച്ചറും കുട്ടിയും അങ്ങനെ പല പല അല്ലേ, പോലീസായിട്ടും പിന്നെ ശകുന്തളയായിട്ടും ഒക്കെ കുട്ടികളുണ്ടായി. പക്ഷെ ചില കുട്ടികൾ ഈ പറയുന്ന പോലെ ഒരേ കരച്ചിലായിരുന്നു കേട്ടോ, ഒറ്റത്തരം കരച്ചിലായിരുന്നു. ചില മക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് അവിടെ നിന്നു പോയി. അപ്പോൾ ഇതൊക്കെ കാണുമ്പം എല്ലാ അമ്മമാരുടെ മനസ്സിലും സങ്കടം മാത്രമല്ല, നമുക്ക് ടെൻഷനാവാനും തുടങ്ങും നമ്മുടെ കുട്ടി എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാമെന്ന്. കാരണം ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് പിന്നിലെ ആൾ കരയുമോ എന്നുള്ള ടെൻഷനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരാളിങ്ങനെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ അതും അവർക്ക് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാണാൻ നല്ല കുഞ്ഞു കുഞ്ഞു മക്കളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമുണ്ടായി കേട്ടോ. A ക്ലാസ്സിൻ്റെ പ്രോഗ്രാം ഏകദേശം കഴിയാറായപ്പോഴേക്കും ഒരു അനൗൺസ്മെൻറ്റ് വന്നു, B ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കാൻ. അപ്പോഴേക്കും മോളെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അവളുടെ തൊട്ട് മുന്നിൽ തന്നെ വേറൊരു മദർ തെരേസയും ആയിരുന്നു കേട്ടോ. അപ്പം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആമിമോൾക്ക് പ്രോപ്പർട്ടി ആയിട്ട് ഒരു ഡോൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊന്തിയാണ് കേട്ടോ, വേറെ ഒന്നും പ്രോപ്പർട്ടി ആയിട്ടില്ല. അപ്പം നമ്മുടെ B ക്ലാസ്സിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഈ പറയുന്ന പോലെ പോലീസും ചന്ദ്രയാനും കേക്കും യൂണിവേഴ്സും എന്തൊക്കെയാണല്ലേ, ജാൻസി റാണിയും മുന്നിയാർച്ചയൊക്കെ ആയിട്ട് കുഞ്ഞുമക്കൾ നല്ല തിളങ്ങായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് പറയാമല്ലോ, B ക്ലാസ്സിലെ കുഞ്ഞുങ്ങളൊന്നും കരഞ്ഞിട്ടുണ്ടായില്ല. അവരൊക്കെ വന്നു, കുറച്ച് പേര് നിന്നു പോയി എന്നല്ലാതെ അങ്ങനെ കരയൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പം നമുക്ക് ആമിമോളുടെ പെർഫോമൻസ് ഒന്ന് കാണാവേ. 4 1 4 4 മൈക്കിനെടുത്തോ. മോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായി കേട്ടോ, പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ചെയ്തു. ഡാഡി മോളും കൂടെ ഡ്രസ്സൊക്കെ ഊരി അവൾക്ക് വേറെ ഉടുപ്പൊക്കെ ഇട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. റിജു ഏട്ടന് വേറെ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഏട്ടൻ അങ്ങോട്ട് പോയി. നമ്മളാണെങ്കിൽ ഓഫീസിലേക്കും പോയി കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞു മദർ തെരേസയുടെ കുറച്ച് ഫോട്ടോ ക്ലിപ്പിങ്സ് കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.